ഏതാനും മിനിറ്റുകളായി ചില ചാനലുകളിൽ, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. ആ ബ്രേക്കിംഗ് ന്യൂസ് മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഡി മണി എന്നറിയപ്പെടുന്ന ബാലമുരുകനെ കാണുവാനായി നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദിണ്ടുകലിൽ എത്തിയിരിക്കുന്നു. അല്ലെ, ചെന്നൈയിലേക്ക് പോയി ദിണ്ടുകലിൽ എത്തിയിരിക്കുന്നു. ഇതിൽ വളരെ രസകരമായ ഒരു വാർത്തയാണിത്. സാധാ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങി, സാധാ അന്വേഷണങ്ങളിൽ തുടങ്ങി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇത്രയും വിവരം, ഇത്രയും നാൾ SIT എന്ന് പറഞ്ഞ ആ സ്ഥാപനം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? 470 ഗ്രാം സ്വർണത്തിൻ്റെ പുറകെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പറഞ്ഞ കണക്കിൻ്റെ പുറകെ എത്ര നാൾ ചുറ്റിത്തിരിഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമല ഭക്തന്മാർ നന്ദി പറയേണ്ടത് മറ്റാരോടുമല്ല, രമേശ് ചെന്നിത്തലയോട് നന്ദി പറയണം. രമേശ് ചെന്നിത്തല ഈ ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ, ശബരിമലയിലെ സ്വർണം കടൽ കിടത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒരു അന്വേഷണം SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ? SITക്ക് വേണ്ടി ചിലവായതിൻ്റെ പകുതിയിൽ കൂടുതൽ പണമെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എന്തെങ്കിലും ഫണ്ടിന് വേണ്ടി കൊടുക്കുന്നത് പോലും ഗവൺമെൻറ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ മുഖത്ത് കിട്ടുന്ന അടിയല്ലേ ഇത്? രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ് ഇവരറിയുന്നത്. അതുകൊണ്ടാണ് ഈ അന്വേഷണം തുടങ്ങിയത്. ചെന്നിത്തലയ്ക്ക് എവിടെ നിന്ന് അറിവ് കിട്ടിയെന്നുള്ളതല്ല. കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി അത് വേണ്ടത്ര രീതിയിൽ ഗൗരവത്തിലെടുത്തോ എന്നറിയില്ല. അവരുടെ ഈഗോ ക്ലാഷ് അതിനെ സമ്മതിക്കുമെന്നും അറിയില്ല. പക്ഷേ മറിച്ച് ഈ സംഭവത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആർക്കാണ് കൊടുക്കേണ്ടത്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തല കൊടുത്ത ലീഡ് അനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡിയിലെത്തിയിരിക്കുന്നത്. ഈ ഡി ആരാ? ഡി മണി ആരാ? ദിണ്ടുകൽ മണി എന്ന് വേണമെങ്കിൽ പറയാം, ദുബായ് മണി എന്ന് പറയാം, പലതരത്തിൽ പറയാം. ദിണ്ടുകൽ മണി സഹായിക്കാൻ വേറെ ആളുണ്ട്, ശ്രീകൃഷ്ണൻ. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ്, മാറി മാറി ചോദ്യം ചെയ്യുകയാണ്. ഒന്ന് ഓർക്കുക, വിജയ് മല്ലയ്യ എന്ന് പറഞ്ഞ ആൾ ആണ് ഇവിടെ ശബരിമല സ്വർണം പൂശാൻ കൊടുത്തത്. കഥ അവിടെ തുടങ്ങുകയാണെങ്കിൽ ഈ പോലീസ് അന്വേഷിച്ചാൽ തീരുമോ? CBI അന്വേഷിച്ചാൽ തീരുമോ? നാളെ ദിണ്ടുകൽ മണി ഇന്ത്യ വിട്ട് പോയാൽ, തമിഴ്നാട്ടിൽ നിന്നാണ് ഏത് സമയത്തും പോകാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഡിൽ ചെന്നിട്ട് പോയാൽ ദിണ്ടുകൽ മണിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇനി ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് കാണുന്നത്, ഇത്രയും വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുള്ള ദിണ്ടുകൽ മണി, ഡി മണി, കേരളത്തിൽ നിന്നുള്ള SIT തന്നെ അന്വേഷിച്ച് വരുന്നു, അല്ലെങ്കിൽ തനിക്കൊരു നോട്ടീസ് കിട്ടിയപ്പോൾ അവരെ കാണാൻ കാത്തിരിക്കുകയാണോ ഡി മണി? ഡി മണിക്ക് ചിലപ്പോൾ ഒരു കഥ പറയാനുണ്ടാവും. ഗോവർദ്ധൻ പറഞ്ഞ പോലെ 474 ഗ്രാമിന് പകരം 4 കിലോയുടെ കഥയായിരിക്കും ആര് പറയാൻ പോകുന്നത്? 4 കിലോയുടെ കഥ പറഞ്ഞ് ആരവസാനിപ്പിക്കും? ഡി മണി അവസാനിപ്പിക്കും. അതിൻ്റെ വേണം സ്വർണം എടുത്ത്, മറ്റേ ഗോവർദ്ധനം പറഞ്ഞ് എടുത്ത് ഇവർ SIT ടീം ചെല്ലുന്നത് നോക്കി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു സ്വർണം, ശബരിമല കട്ട സ്വർണം. ആലോചിക്ക്, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡി മണി ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെയിറ്റ് ചെയ്ത് അവിടെ ദിണ്ടുകലിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാലമുരുകൻ എന്ന് പറഞ്ഞ ആൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, വലിയ ഉലുമാലയിലേക്കൊന്നും പോകാതെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അയാൾക്ക് രക്ഷപ്പെടാൻ അറിയാവുന്നവനായിരിക്കും സ്വാഭാവികമായിട്ടും. ഇത്രയും വലിയ കള്ളക്കടത്ത് ശൃംഖല നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം അറിയാം, ഇത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അയാൾക്കറിയാമായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, പണ്ടേ രക്ഷപ്പെടാമായിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ താൻ പിടിക്കപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ്, അല്ലെ ആ ബോധം ആർക്കുണ്ട്? ഡി മണിക്കുണ്ട്. ഇതിനെന്ത് ഉത്തരം പറയും? ഇത് ഇൻ്റർപോളിനെ റെഫർ ചെയ്യുമോ പിണറായി വിജയൻ? CBI മതിയോ? അത് പറയണം. CBI പറയുമ്പോൾ ഇവിടെ മോഡിയും ആയിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ലാവ്ലിൻ കേസ് പോലെ എത്ര പ്രാവശ്യം വേണേൽ നീട്ടി വെച്ച് പോകും. അന്വേഷണം നീളാം, പല പ്രാവശ്യം സമ്മതിക്കാം. ഇവിടുത്തെ കുഴൽപ്പണ കേസുണ്ട്, അങ്ങനെ പല കേസുകളുണ്ട്. എല്ലാം ഇല്ലാതെ പോയില്ലേ? അതുപോലെ ഈ കേസും ഇല്ലാതെ പോകുമോ? മല്ലയെ ഇങ്ങോട്ട് ഇതുവരെ കൊണ്ടുവരാൻ, എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുമോ? ഇതുവരെ പറ്റിയോ? മല്ലയ്യയിൽ തുടങ്ങിയതാണ് ഈ പരിപാടി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. മല്ലയ്യയിൽ നിന്ന് തുടങ്ങി ഇതെവിടെ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ ഡി മണിയിൽ എത്തി നിൽക്കുന്നു. ചാനലുകാർക്കും പത്രക്കാർക്കും സംസാരിക്കാൻ, ഒരു വിഷയം സംസാരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു വിഷയം ഒരാഴ്ചത്തേക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമായി ഡി മണി. പലരെ പറ്റി പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിലും സ്വർണ്ണം പോയി ഇവരറിയൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം പ്രതിയാക്കേണ്ടത്, അറിഞ്ഞാൽ പറഞ്ഞില്ലേലും ഈ ദിവസം വരെ ഈ ഡി മണിയിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന, ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്നവർ ഉറപ്പായിട്ട് അകത്ത് കിടന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. ആരെ വിശ്വസിക്കുന്നത്? അവരുടെ സമ്മതം കൂടാതെ തന്നെ ഇതെല്ലാം നടന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന് ഇതുവരെ ആർക്കെങ്കിലും അറിയാമോ? പറഞ്ഞിട്ടുണ്ടോ? ആർക്കാ പറയാൻ പറ്റുന്നത്? വാസവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ച് കണ്ടിട്ട് നാളത്തെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ഈ അന്വേഷണത്തെ ഹൈക്കോടതി ജഡ്ജിമാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട് ഫോളോ ചെയ്യേണ്ട ആളാണ്. ഏറ്റുമാനൂരിൻ്റെ ജനപ്രതിനിധിയാണ്. ഏറ്റുമാനൂരിൻ്റെ അപ്പൻ്റെ വിഗ്രഹം പണ്ട് മോഷണം പോയിട്ട് 2 ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു. സ്റ്റീഫൻ്റെ കയ്യിൽ നിന്നില്ല, കണ്ടെടുത്തു. ആ നിയോജകമണ്ഡലത്തെ ആര് പ്രതികരിക്കുന്നത്? വാസവൻ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും വാസവന് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിവില്ലെങ്കിൽ, പങ്കെന്ന് പറയേണ്ട ആവശ്യമില്ല, ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയം പഠിക്കാൻ ശ്രമിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ശബരിമലയിൽ എന്നാണ് ഇത് തുടങ്ങിയത്? ഇതിപ്പോൾ തീരുമായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ തീരുമായിരുന്നോ? രമേശ് ചെന്നിത്തല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിടത്ത് വെച്ച് തീർക്കുമായിരുന്നു.
അവിടെ രമേശ് ചെന്നിത്തല എന്തോ നല്ല ഉദ്ദേശത്തിനാണോ ചീത്ത ഉദ്ദേശം എന്താണെങ്കിലും രമേശ് ചെന്നിത്തല അവിടെ ഒരു ഗംഭീര ലീഡ് തന്നിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ള എന്ന് പറയാവുന്ന കാര്യമാണ്. അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിക്കുന്നു.